കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും സമൃദ്ധിയും ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളാണ്. മരിച്ചവനെ ജീവിപ്പിക്കുന്ന ക്രിസ്തു. ലാസറിനെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതുപോലെ തന്നെ വേറൊരുവനെയും, ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യേശുവേ, ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ച് കൊടുത്തു. നമ്മൾ പാപത്തിലായിരിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ അടയാളം നന്മ പറയാൻ, അല്ലെങ്കിൽ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ, അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ മക്കളായി വ്യാപരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ എവിടെ നോക്കിയാലും നമുക്കറിയാം, പകൽ മാറി ഇരുളാകുമ്പോഴാണ് ഈ പാപത്തിനൊക്കെ അടിമയായിട്ടുള്ളവർ പുറത്തേക്ക് വരുന്നത്. ഇപ്പം മദ്യപാനാസക്തി, മദ്യപാനം, വ്യഭിചാരം, മയക്കുമരുന്ന്, ഇത് ഈ വെളിച്ചത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അന്ധകാരത്തിൻ്റെ മറവിലാണ് നടക്കുന്നത്. അപ്പോൾ പാപത്തിൽ വസിക്കുന്ന ഒരുവനെ അവൻ മൃതനായിരിക്കുന്നു. അവൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്നു. അവൻ്റെ ശരീരം മാത്രം അങ്ങനെ നടക്കുന്നെങ്കിലും അവനിൽ ജീവനില്ല. പക്ഷെ ഈ വചനഭാഗത്ത് യഥാർത്ഥ മരിച്ച യുവാവിനെ കർത്താവ് ഉയിർപ്പിക്കുന്നു. അവനെ എണീറ്റ് ഇരുത്തി അവൻ സംസാരിക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ ലാസറിനെയും മരണത്തിൽ നിന്ന് ഉയർത്തി. പക്ഷെ ഇന്നത്തെ ലോകത്ത് ഫിസിക്കലി നമ്മൾ മരിച്ചിട്ടില്ലെങ്കിലും ആധ്യാത്മികമായി മരിച്ച മനുഷ്യരെ നമുക്ക് ഒത്തിരി കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ വീണ്ടും എസേക്കിയേൽ 37:12. അപ്പോൾ എസേക്കിയേൽ പ്രവാചകനെ ദൈവം ഇങ്ങനെ നയിച്ച് കുറേ അസ്ഥിപഞ്ജരങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറയുകയാണ്, ആകയാൽ അവരോട്, ഈ അസ്ഥിപഞ്ജരങ്ങളോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ
സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് അരുളി ചെയ്യുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളാണെങ്കിലും പ്രതീകാത്മകമായി നമ്മൾ ഇവയെ എടുക്കുകയാണെങ്കിൽ, നമ്മൾ എന്തിനെങ്കിലും ഈ ലോകത്തിലെ എന്തിനെങ്കിലും നമ്മൾ അടിമപ്പെട്ടാൽ, അത് ഭക്ഷണപ്രിയമാകാം, ഭയങ്കര ആർഭാടമായിട്ട് ഡ്രസ്സ് ചെയ്യുന്നതാകാം, ലക്ഷറികളുടെ പുറകെ പായുന്നതാകാം, എങ്ങനെയും ധനമുണ്ടാക്കണമെന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു അടിമത്തമാകാം, മദ്യാസക്തികളാകാം, വ്യഭിചാരമാകാം, പരദൂഷണമാകാം. നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മളിങ്ങനെ നിത്യേനെ നമ്മൾ അടിമപ്പെട്ട് പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ എന്തിനെങ്കിലും അടിമപ്പെട്ടിട്ടുള്ളവൻ അവൻ ഒരു കല്ലറയ്ക്കുള്ളിലാണ് വസിക്കുന്നത്. അവൻ ആ പാപത്തിൻ്റെ കല്ലറയ്ക്കുള്ളിലാണ് അവൻ വസിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ഉയർപ്പിക്കും, ഞാൻ നിനക്ക് ജീവൻ തരും, നീ യഥാർത്ഥ ജീവൻ, നീ വീണ്ടും ശക്തി പ്രാപിക്കും, നീ വീണ്ടും അന്ധകാരത്തിൽ നിന്ന് മാറി വെളിച്ചത്തിൻ്റെ പുത്രനും പുത്രിയും ഒക്കെ ആകും. അപ്പോൾ ഈ പേഴ്സണൽ ലൈഫിൽ തന്നെ ഇപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവിധ പാപത്തിൽ നിന്നും അകന്ന് നിൽക്കുകയാണെങ്കിൽ, ഫിസിക്കലി, മെൻ്റലി, ഫിനാൻഷ്യലി ഒക്കെ നമുക്ക് ഉന്നതി ഉണ്ടാകും. ഇപ്പോൾ നാളെ ഒരു ഡിന്നർ പാർട്ടിക്ക് ഉള്ള ക്ഷണം എനിക്കുണ്ട്. അപ്പോൾ കോക്ടെയിൽ പാർട്ടിയാണ് മെയിൻ പരിപാടി. അതുപോലെ DJ വരുന്നു, കോക്ടെയിൽ പാർട്ടി. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നാളെ വരില്ലേ? അപ്പം ഞാൻ ഉത്തരം പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് വന്ന ഉത്തരം, വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. കാരണം എനിക്ക് എന്നെ തന്നെ കുറച്ച് ഭയമാണ്. കാരണം നമ്മളവിടെ ചെല്ലുകയും മദ്യം മോന്തുകയും പിന്നെ അവിടെയുള്ള സംസാരത്തിലൊക്കെ പങ്കുചേരുകയും, അപ്പോൾ വളരെ മീനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പോകുന്നില്ല. എന്തായാലും പലപ്പോഴും അത് വൃഥാ സംഭാഷണങ്ങളിലേക്ക് അത് നയിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ ആ ഒരു കർത്താവ് തന്നിട്ടുള്ള ആ ഒരു ക്ലാരിറ്റി, ചിന്തകൾക്കുള്ള ഒരു വെളിച്ചം, കർത്താവിൻ്റെ വെളിച്ചം കുറച്ച് മങ്ങിപ്പോകും എന്ന ഭയത്താലാണ് നമ്മളിത് പറയുന്നത്. പരമാവധി വരാതിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ പാപത്തെ ചെറുക്കണമെങ്കിൽ ആദ്യത്തെ കാര്യം പാപ സാഹചര്യങ്ങളെ ചെറുക്കണം. പാപ സാഹചര്യങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ സാത്താൻ പല രീതിയിൽ നമ്മൾ വളരെ സ്മാർട്ടാണ്, പല രീതിയിൽ നമ്മളെ മലർത്തിയടിക്കാൻ ശ്രമിക്കും. വീണ്ടും അവൻ നമ്മളെ കല്ലറകൾക്കുള്ളിലേക്ക് തള്ളിയിടും, നമ്മളെ ബന്ധനസ്ഥരാക്കും. അപ്പോൾ കർത്താവ് ഒരു സൈഡിൽ നമുക്ക് യഥാർത്ഥ ജീവിതവും യഥാർത്ഥ ജീവനും സന്തോഷവും ആരോഗ്യവും വിശ്രമവും ഐശ്വര്യവും എല്ലാം നമുക്ക് പ്രദാനം ചെയ്യാനായിട്ട് കർത്താവ് നമ്മളെ കരം പിടിച്ച് നമ്മളെ നയിക്കുമ്പോൾ, സാത്താൻ വീണ്ടും നമ്മളെ കല്ലറകൾക്കുള്ളിലേക്ക് തള്ളിയിടുവാനും വീണ്ടും നമ്മളെ
ബലക്ഷയം വന്നവരാക്കുവാനും വീണ്ടും നമ്മളെ അസ്ഥികൂടങ്ങളാക്കുവാനും മജ്ജയില്ലാത്ത ജീവനില്ലാത്ത അസ്ഥികൂടങ്ങൾ പോലെയുള്ള മനുഷ്യരാക്കുവാൻ ഈ സാത്താൻ വെമ്പൽ കൊള്ളുന്നു. അത് തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവത്തോടൊപ്പം നിലയുറപ്പിക്കാം, പാപത്തെ വർജിക്കാം, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണതകളെ, ഈ ലോകത്തിൻ്റെ മായകളോടെല്ലാം നമുക്ക് വിട പറയാം, പാപ സാഹചര്യങ്ങളെ വെറുത്ത് ഉപേക്ഷിക്കാം. അവൻ നമ്മുടെ മുമ്പിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു. നമുക്ക് ജീവനെ തിരഞ്ഞെടുക്കാം. അപ്രകാരം ജീവനുള്ളവരായി, യഥാർത്ഥ ജീവനുള്ളവരായി, ആത്മാവിലും ശരീരത്തിലും ജീവനുള്ളവരായി നമുക്ക് ഈ ഭൂമിയിൽ സമാധാനത്തോടെ വർത്തിക്കാം. കർത്താവിലാണ് യഥാർത്ഥ സന്തോഷം. കർത്താവില്ലാത്ത സന്തോഷങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധാരൂപിയെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സന്തോഷങ്ങൾ വ്യർത്ഥമാണ്. അത് നൈമിഷികമാണ്. അത് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളതിനെക്കുറിച്ച് പശ്ചാത്തപിക്കും. നമുക്ക് ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നിലയുറപ്പിക്കാം. അതിനുവേണ്ടി കർത്താവിൻ്റെ ഇടുങ്ങിയ പാതയിലൂടെ ജാഗരൂകരായി നമുക്ക് സന്തോഷത്തോടെ മുന്നേറാം. ദൈവം യഥാർത്ഥ സന്തോഷവും സമാധാനവും നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കും. യഥാർത്ഥ സന്തോഷത്തിലും സമാധാനത്തിലും നിലനിൽക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. അതേസമയം നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ ഓരോ ചടങ്ങുകളിലേക്കൊക്കെ ക്ഷണിക്കുന്ന സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവരോടും നമുക്ക് നന്ദിയുള്ളവരാകാം. എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കരുതലിനെ, അവർ നമ്മളെ വിലമതിക്കുന്നതിന് എല്ലാം നമുക്ക് നന്ദിയുള്ളവരാകാം. അതേസമയം പാപ സാഹചര്യങ്ങളെ വെറുത്തുപേക്ഷിക്കുവാനുള്ള വിവേകവും നമുക്ക് ഉണ്ടാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മളെ യഥാർത്ഥ ജീവനിലേക്ക് സർവേശ്വരൻ നയിക്കട്ടെ. ഈ ഒരു വിവേകത്തിനായി, ഈ ഒരു തുറവിക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. God bless.